ശ്രീ എൻ ഷംസുദ്ദീൻ, ശ്രീ കെ എ തുളസി, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ എംഎൽഎമാർ ശ്രീ എം വിൻസൻ, ശ്രീ മമ്മക്കുട്ടി, ശ്രീ വി ടി ബൽറാം, ശ്രീ പ്രേംകുമാർ, പ്രിയപ്പെട്ട ശ്രീ പി കെ കൃഷ്ണദാസ്, ശ്രീ എ തങ്കപ്പൻ ഉൾപ്പെടെ ശ്രീ പമ്പാവാസ് നായരുടെ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, സഹോദരങ്ങളെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ശ്രീ പമ്പാവാസൻ നായർ തൻ്റെ മാതാപിതാക്കളുടെ പേര് വെച്ചുണ്ടാക്കിയ CML ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വീടുകൾ, പൂർത്തിയായ വീടുകളുടെ താക്കോൽ ഭാഗമാണ് ഈ ചടങ്ങ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ ഭൂരഹിതരായ ആളുകൾ, ഭവനരഹിതരായ ആളുകൾ. ഞാൻ പലപ്പോഴും ആലോചിക്കും അവരുടെ സങ്കടം. ഈ വലിയ ഭൂമിയിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരുടെ സങ്കടം എത്ര വലിയ സങ്കടമാണ്. നമ്മൾ മണ്ണ് പറയും, 6 അടി മണ്ണ് പോലും ഇല്ല. 6 അടി മണ്ണ് മരിക്കുമ്പോൾ കുറിച്ചിടാനോ, മരിക്കുമ്പോഴല്ല ഭൂമി വേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ് വീട് വെക്കാൻ ഒരു ഭൂമി വേണ്ടത്. യഥാർത്ഥം ആ ഭൂമി വേണം. ആ ഭൂമിയിൽ 4 ചുമരുകളും മേൽക്കൂരയും ഉള്ളൊരു വീടുണ്ടാക്കി കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരായുള്ളത്? അവർക്ക് അതിന് കഴിയുന്നില്ല. നിസ്സഹായരായ മനുഷ്യർ. നമ്മളത് കണ്ടില്ല എന്ന് നടിച്ചാൽ പിന്നെ എന്താണ് അതിനർത്ഥം? നമ്മള് പൊതുപ്രവർത്തകരാകുന്ന ആളുകൾ, നമുക്ക് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും നമ്മുടെ വിഷയമല്ല എന്ന് വിചാരിക്കും. അത് വേറെ ആരുടെയോ വേറെ ഏതോ കുടുംബത്തിൽ നിന്നൊരു വിഷയമായി കണക്കാക്കും. പക്ഷെ യഥാർത്ഥ ഒരു പൊതുപ്രവർത്തകനും നന്മ നിറഞ്ഞ ഒരാൾക്കും അത് കാണാൻ കഴിയില്ല. മറ്റുള്ളവരുടെ സങ്കടം നമ്മുടെ സങ്കടമായി മാറുമ്പോഴാണ് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നത്. ശ്രീ പമ്പാവാസൻ നായർ അദ്ദേഹം ബിസിനസ് ചെയ്ത് അദ്ദേഹം ധനികനായ ഒരാളാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ധനികരായ ആളുകളുണ്ട്. ധനികരായ ആളുകൾ പലരും ഇതൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്ന നല്ല മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യരുടെ ഗണത്തിൽ, നല്ല മനുഷ്യരുടെ ശ്രേണിയിലാണ് അദ്ദേഹം എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവും, ഭാര്യയും 2 മക്കളും, അവരും ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു താല്പര്യം തീർച്ചയായും കാണിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ മാതാപിതാക്കളുടെ പേര്, മാതാപിതാക്കളോട് ഇതിനേക്കാളും വലിയൊരു ആദരവ് ഒരു മകൻ എങ്ങനെയാണ് കാണിക്കുന്നത്? അവരുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി പാവങ്ങളെ സഹായിക്കുമ്പോൾ ആ പാവങ്ങളുടെ പ്രാർത്ഥനകളാണ് ആ മാതാപിതാക്കൾക്ക് കൂടി ലഭ്യമാകുന്നത്. ഒരു മകന് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ആദരവായി ഞാൻ ഈ പരിപാടിയെ കാണുന്നു, ഈ ചടങ്ങിനെ കാണുന്നു. അതാണ് പ്രത്യേകത. ഒരുപാട് സങ്കടങ്ങൾ രോഗികളായ ആളുകൾ. ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ കാലത്ത് മാരകമായ ഒരു രോഗം ബാധിച്ച ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരാൾക്ക് വന്നാൽ ഇങ്ങനെ കൈകാര്യം ഒരു തലമുറകളെ പോലും കടക്കണിയിലാക്കുന്ന തരത്തിലുള്ള ബാധ്യതകളാണ്. എത്രയോ കുടുംബങ്ങളാണ് വീട് പണയപ്പെടുത്തി പോയി ആളെ ചികിത്സിക്കുന്നത്. അവസാനം വീടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരുന്നു. ജപ്തിയായിട്ട് റോഡിലിറങ്ങേണ്ടി വരുന്നവരുടെ സ്ഥിതി എന്താണ്? ചികിത്സാ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, മാരകമായ രോഗങ്ങൾ കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇതിനെല്ലാം നമ്മുടെ കൂടെ കാര്യമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് നല്ല പ്രവർത്തനമാകുന്നത്. അതുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൽ ഗവൺമെന്റ് വന്ന ഉടനെ വൺ കേരള കരുതൽ മിഷൻ എന്നുള്ളൊരു വലിയ സംരംഭം തുടങ്ങി. വലിയൊരു കോർപ്പസ് അതിനുണ്ടാവും. CSR ഫണ്ടും മറ്റു ഫണ്ടുകളും. ഇതുപോലെ പ്രവർത്തിക്കുന്ന സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്, സർക്കാർ ആഗ്രഹിക്കുന്നത്. അത്തരം സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ച് അവർക്ക് കൂടി സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആരും തനിയെ ആയിപ്പോകരുത്. ആരോരുമില്ലാത്തവരായി ആരും ഉണ്ടാകരുത്. അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ, ചികിത്സാ ചെലവുകൾ നടത്താൻ ഇപ്പോൾ ചില കേസുകൾ വരുന്നത് കേട്ടാൽ നമ്മൾ ആകെ വിഷമിക്കും. ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് അപൂർവമായ രോഗങ്ങൾ ബാധിച്ച കുട്ടികളാണ്. ചികിത്സാ ചെലവ് എത്രയും തരും? 40 കോടി, 50 കോടി, 25 കോടിയൊക്കെയാണ് വരുന്നത്. ഗവൺമെന്റിന് പോലും പറ്റാത്തതാണ്. നിസ്സഹായരായി നിൽക്കുകയാണ് മാതാപിതാക്കൾ. നമുക്ക് അതിനൊരു സംവിധാനം ഉണ്ടാക്കണം. കാരണം വിദേശത്ത് നിന്നാണ് മരുന്ന് കൊണ്ടുവരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാഴ്ചയായി. ആ മരുന്നുകൾ കേരളത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്കതിന്റെ 10-1 ചെലവാകും. അതിന് കുറയ്ക്കാൻ നമുക്ക് കഴിയും. വേറെ കൂടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാകണം.
ബൈബിളിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതുപോലെ മഹാത്മാഗാന്ധി അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ധനികരായ ആളുകൾക്കൊണ്ടുള്ള അഭ്യർത്ഥന ട്രസ്റ്റിഷിപ്പ് എന്നാണ് ഗാന്ധി പറഞ്ഞത്. എന്താ ഇതിന്റെ അർത്ഥം? അവർക്ക് കിട്ടുന്ന ധനം അവര് വിചാരിക്കേണ്ടത് അത് അവരുടേതല്ല, അത് ആ മുകളിലിരിക്കുന്ന ആളുടേതാണ്. ഈ കയ്യിലുള്ളത് മുഴുവൻ കാര്യക്കാരൻ മാത്രമാണ്. ധനികരോടാണ്, കാര്യക്കാരൻ മാത്രമാണ്. ഇത് നടത്തിയെടുക്കാനുള്ള കാര്യക്കാരനായി ദൈവ നിയോഗത്തിൽ ധനികരായ ആളുകളാണ് എന്ന് അവർ വിചാരിക്കണമെന്നാണ് ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്, ഗാന്ധിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ അവരുടെ പണം, അവർക്ക് കിട്ടുന്ന ധനം മുഴുവൻ എടുത്ത് അത് ചെലവാക്കണമെന്നല്ല. അതിലൊരു ഷെയർ, ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് കരുതി അതിലൊരു ഷെയർ അത് മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യാൻ തയ്യാറാക്കണം. കേരളത്തിൽ അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഇല്ല എന്നല്ല. പ്രത്യേകിച്ച് മലബാറിലാണ്, തെക്കോട്ടല്ല കൂടുതൽ. മലബാറിലാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ കൂടുതലായി ഉള്ളത്. ആ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഒരാളായി ശ്രീ പമ്പാവാസൻ നായരും അദ്ദേഹത്തിന്റെ CMN ട്രസ്റ്റും മാറിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിക്കാൻ, സ്നേഹം എത്തിക്കാൻ, കാരുണ്യം എത്തിക്കാൻ കഴിയട്ടെ. പണം കൊടുത്ത് നമുക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ച ചിലപ്പോൾ നമ്മൾ പോലും ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വേറൊരാളെ സഹായിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പണം കൊണ്ട് മാത്രമല്ല, വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സാന്ത്വനം കൊണ്ടും ചേർത്ത് പിടിക്കൽ കൊണ്ടും ഒരുപാട് പേരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും. എനിക്ക് കുഞ്ഞുങ്ങളോട് കൂടി പറയാനുണ്ട്, കുഞ്ഞുങ്ങളും നമ്മുടെ ചുറ്റുപാടുകളെ ശ്രദ്ധിക്കണം. ഞാൻ പണ്ട് ഒരു സ്കൂളിൽ വെച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ വീടിന് അടുത്ത് തളർന്നു കിടക്കുന്ന ആളുകളുണ്ടാവും. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ നമ്മൾ ചെന്ന് കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊഴുകി നമ്മളോട് എന്തെങ്കിലും സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ട്, സംസാരിക്കാൻ പറ്റാതെ നിൽക്കുന്ന കുട്ടികളെല്ലാം ആ വീടുകളിൽ പോയി, കൂട്ടുകാരായി പോയി വൈകുന്നേരങ്ങളിൽ ചെന്ന് അവരോട് സ്കൂളിലെ വിശേഷങ്ങളെല്ലാം സംസാരിച്ച് അവരെ ആശ്വസിപ്പിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരോട്, വാർഡ് മെമ്പർമാരോട് ഞാൻ സാധാരണ പറയും, ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ പറയണം, എന്റെ വാർഡിൽ എത്ര ലിവർ പേഷ്യൻസ് ഉണ്ട്, എത്ര കിഡ്നി പേഷ്യൻസ് ഉണ്ട്, എത്ര ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, എത്ര പേര് തളർന്ന് കിടക്കുന്നുണ്ട്, എത്ര ക്യാൻസർ രോഗികളുണ്ട് എന്നൊരു ജനപ്രതിനിധി അറിയണം. നമുക്ക് പല അവസരങ്ങളുണ്ടാവും. ഒരു കാര്യം തീർച്ചയാണ്, ഇത്തരം കാര്യങ്ങളിൽ എന്റെ അനുഭവം ഞാൻ പറയാം, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഒരാളെ, ഒരു കുടുംബത്തെ സഹായിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നമുക്ക് നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ തീരുമാനിച്ചാൽ അത് നമുക്ക് നടപ്പാക്കാൻ കഴിയും. സഹായങ്ങൾ പുറകെ വരും. അങ്ങനെ ഒരു മോശം നാടൊന്നുമല്ല നമ്മുടെ, ഒരുപാട് നല്ല മനുഷ്യരുള്ള നല്ല നാട് കൂടിയാണ് കേരളം. നമുക്കതിന് കഴിയും. ഇത്തരം മാതൃകാ സംരംഭങ്ങൾ അദ്ദേഹം കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ടാണ് ബെനഫിഷ്യറി, ഗുണഭോക്താവിനെ നിശ്ചയിക്കുന്നത്. ആ മാനദണ്ഡങ്ങൾ നന്നായി നിശ്ചയിച്ച് ഗുണഭോക്താക്കളെ കൃത്യമായ, ഈ പണം നൽകുന്ന ഒരാൾക്ക് രണ്ട് ആഗ്രഹങ്ങളുണ്ട്. ഒന്ന്, അത് കൃത്യമായ ഒരു ഗുണഭോക്താവിനായിരിക്കണം കിട്ടുന്നത്, അർഹതയുള്ള ഒരാൾ. രണ്ട്, ഒരാൾ 1000 രൂപ കൊടുത്താൽ അതിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ ഈ ഗുണഭോക്താവിന്റെ കയ്യിലെത്തും. വൺ കേരള കരുതൽ മിഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാണ്. ഒരു ഡോണർ കൊടുക്കുന്ന പൈസയുടെ 1 രൂപ പോലും ചെലവുണ്ടാവില്ല. ചെലവല്ല ഗവൺമെന്റ് വഴി, അത് ആ ബെനഫിഷ്യറിയുടെ കയ്യിലെത്തും. പുതിയ ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താൻ പണം കൊടുത്ത ഈ ബെനഫിഷ്യറി, ഗുണഭോക്താവ് അർഹനാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ, അയാളുടെ ജീവിതം എന്താണ്, എങ്ങനെയാണ് എന്ന് പരിശോധിക്കാനുള്ള ഡാഷ്ബോർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്താൻ ആഗ്രഹിക്കും. അപ്പൊ ഡോണർമാർക്ക് താൻ കൊടുത്ത പണം കൃത്യമായി അവിടെ എത്തിയിട്ടുണ്ട്, അത് കൃത്യമായ അർഹതയുള്ള ഗുണഭോക്താവിന്റെ കയ്യിലാണ് എത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെയും അവർക്ക് ചെയ്യാൻ ഇത് വരും. ആ സംവിധാനം കൂടി കേരളത്തിൽ ഏർപ്പെടുത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ പമ്പാവാസൻ നായരെയും കുടുംബാംഗങ്ങളെയും CMN ട്രസ്റ്റിന്റെ മറ്റു പ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നന്ദി.